ഫോൺ പൊക്കി പിടിച്ച് നടക്കുന്ന എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരല്ല. അല്ല. ഒന്ന്, ഈ സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരെ തലക്കടിക്കുന്നുണ്ട്. ഇതില് മുഖ്യമന്ത്രി വി ഡി സതീശന് മാല ഇട്ട് കൊടുത്തത് ഓൺലൈൻ മീഡിയക്കാരനാണോ? ദിലീപേട്ടൻ വന്നപ്പോ സെൽഫി എടുത്ത ഓൺലൈൻ മീഡിയക്കാരനാണോ? മകൻ ചന്തു ദേഷ്യപ്പെട്ട് പറയുന്ന ഓൺലൈൻ മീഡിയക്കാരനോടാണോ? സാർ ഉൾപ്പെടെ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കൈ കൊടുത്ത് നടന്നു വരുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു. ശരിക്കും ഇത് റിയാലിറ്റി ഷോ ആണോ, മരണാനന്തര ചടങ്ങാണോ? അപ്പൊ പൂർണ്ണമായിട്ട് ഓൺലൈൻ. ഞാൻ അതിനകത്തൊരു ക്ലാരിഫൈ, ഞാനത് മീഡിയ സോഷ്യൽ മീഡിയ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. അല്ലല്ല, അതിൽ ഇന്നലെ ക്ലാരിഫൈ ചെയ്യണോ ഒരാൾ പറഞ്ഞാൽ. ഞാനിപ്പോ ഇവിടെ നിന്ന് ഒരു 3.5 മണിക്കൂർ ലൈവ് കഴിഞ്ഞ് ഇത് തന്നെ സലീം കുമാറിന്റെ മരണാനന്തര സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പരിചയമുള്ള ഒരാൾ എന്നോട് കാണിക്കും, നമ്മളിങ്ങനെ കാണിക്കും. അപ്പൊ എന്റെ അച്ഛൻ മരിച്ചു കിടന്ന ആൾ വന്നപ്പോഴും ഞാൻ കൈ കാണിച്ചിട്ടുണ്ട്. പക്ഷെ സാർ ആ ചിരിയാണ് അവർക്ക് വേണ്ടത്. ഒരു യൂട്യൂബർ എന്നോട് ചോദിച്ചു അങ്ങേക്ക് പ്രതികരിക്കാൻ. അത് തന്നെയാണ് അച്ഛൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് അതായത് ഒരു അവാർഡ് ഷോയിൽ വരുന്നത് പോലെ ജനങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു, താരങ്ങൾ വരുമ്പോൾ കൈ കൊടുക്കുന്നു. മരിക്കുന്ന ഒരു ബോഡി അവിടെ കിടപ്പണമെന്നുള്ള ചിന്തയൊന്നുമില്ല. അപ്പോഴല്ലേ പെടലേക്ക് വെക്കുന്ന ഓൺലൈൻ മീഡിയ ആണ്. എല്ലാം ഒന്നും ഓൺലൈൻ മീഡിയ കുറ്റം പറയാൻ പറ്റത്തില്ല സാറേ. പിന്നെ ഈ നടിമാരുണ്ടല്ലോ, നടിമാര് പേഴ്സണലി ഈ പറയുന്ന പ്രമുഖ നടിമാര് ഓൺലൈൻ മീഡിയയിൽ ഓരോരുത്തരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇത്ര മണിക്ക് വൈറ്റിലെ ബസ് സ്റ്റാൻഡിൽ വരും, 11:30 ലുലുമാളി വരും എന്ന് പറഞ്ഞു പോകുന്നവരെ എനിക്കറിയാം. അങ്ങനെ പറയാറുണ്ട്. എനിക്കറിയാം, പറയാം. എത്ര പേരുണ്ട് വരാറുള്ള സമയം? അല്ല സാർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നേരത്തെ ഇത് മുൻകൂട്ടി അറിയാൻ ഓൺലൈൻ മീഡിയക്കാരെന്നെ കണിയന്മാരാണോ? ഇന്ന നടി 12:30 ലുലുമാളി വരും, പ്രമുഖ നടി. ആ കാണുന്ന റെമ്യൂണറേഷൻ മേടിക്കുന്നുണ്ടോ? അതായത് എയർപോർട്ടിൽ ഇത്ര സമയം വരും, നിങ്ങൾ 10 മീഡിയ കാണണം, ഇത്ര രൂപ തരും. പിന്നെ എന്തോ എടുക്കണം ഓൺലൈൻ മീഡിയക്കാര്? എന്നിട്ട് വന്നു കഴിയുമ്പോൾ നടിമാരെല്ലാം പരിശുദ്ധ. അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മര്യാദയാവാലോ. ഏത്? ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഗസ്റ്റ് ആണ്, നിങ്ങൾക്ക് അത് ഡിലീറ്റ് ആക്കാൻ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെ കേസിന് പോവാം. ചോദിച്ചോണ്ടല്ലേ അത് വരുന്നത്, ചോദിക്കാണ്ടിരിക്കാലോ. ചോദിക്കാനിരിക്കാൻ നിങ്ങൾ വിളിക്കാൻ പോകല്ലേ? അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് സാർ. ഇങ്ങനെയല്ല ഇപ്പൊ അജിൻ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾ വിളിച്ചു വരുത്തി എന്ന് പറയുന്നത്, അവർക്ക് ആ നെഗറ്റീവ് കണ്ടാണ് വേണ്ടത്. ഇനാഗുറേഷന് പോകുന്ന പ്രമുഖ നടിമാര് ഇവിടുന്ന് ട്രാവലറും വിളിച്ച് ഇനാഗുറേഷൻ നടക്കുന്ന കടയിൽ കൊണ്ടുപോകും. മീഡിയാസിനെ, ഓൺലൈൻ മീഡിയാസിനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ടുപോകും. അവിടെ കൊണ്ടുപോകും കവർ ചെയ്യിക്കാൻ വേണ്ടിട്ട്. അത് കൃത്യമായിട്ട് ഏത് ഡ്രസ്സാണ് ഇടുന്നതെന്ന് വരെ കൃത്യമായിട്ട് പറയുന്ന നടിമാര് ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. അല്ല, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള ക്യാമറകളെ കല്യാണത്തിനും പല സ്ഥലത്തും പ്രദർശിപ്പിക്കുന്നില്ല. ഞാനൊരു ദിവസം ഒരു മലയാളത്തിലെ പ്രമുഖയായ നടിയുടെ ഒരു മകളുടെ കല്യാണത്തിൽ വന്നപ്പോൾ അവിടെ ഒരു വലിയൊരു ജനാവലിക്ക് പെർമിഷൻ നിശ്ചയിച്ചൊരു മൂലയ്ക്ക് നിൽക്കുക. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ലോകിയായിട്ട് അവരോട് ചോദിച്ചു, പറഞ്ഞു അകത്തോട്ട് കയറ്റുന്നില്ലെന്ന്. കാര്യം അതൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ കേറിയ പ്രശ്നം. ഞാൻ ഹനീഷ് പേരടിയുടെ കല്യാണത്തിന് പോയിട്ട് ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീഡിയോ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇരുന്ന് കഴിക്കുന്നത് എന്റെ ഒരു വയറ് സൈഡിൽ ഇരിക്കുന്നത്, അതിനകത്ത് വലിയൊരു പൊക്കിളും ഇപ്പുറത്തിരിക്കുവോ വയറ്. ഇത് ചെയ്യുന്നത് ഓൺലൈൻ മീഡിയക്കാരൊന്നും ഒരു സാറ്റലൈറ്റും ചെയ്യുന്നുണ്ട്. ദിലീപേട്ടന്റെ വീട്ടിൽ ഡ്രോൺ പറത്തി അടുക്കള കൊണ്ട് അല്ല മോനെ, അതല്ല ദിലീപേട്ടന്റെ വീട്ടിൽ ഡ്രോൺ പറത്തി ഞാൻ പറഞ്ഞ അടുക്കളയെ കൊണ്ടുവച്ച ന്യൂസ് പൂർണ്ണമായിട്ട് ഓൺലൈൻ മീഡിയക്കാരെ തള്ളി പറയാതെ ഈ സാറ്റലൈറ്റുകാരും കുറ്റം പറയണം. ഇപ്പം പറഞ്ഞല്ലോ ഈ ഓൺലൈൻ മീഡിയക്കാർ ഇടിച്ചു കയറി ചെല്ലുന്നത്. എത്ര ന്യൂസ് 24 ന്യൂസിൽ ഒരാളുടെ മൈക്കൈഡി മോഹൻലാലിന്റെ കണ്ണി കുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇത് എല്ലായിടത്തും വേണ്ടതാ. ഇത് പിണറായി വിജയൻ അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഓൺലൈൻ മീഡിയ മാത്രം എന്തോ കുഴപ്പം, ഇവിടെയുള്ള ഇവരെ നിങ്ങൾ ഈ ഒരു സംഘം മൊത്തത്തിൽ എന്തോ പിണറായി വിജയന് കടക്ക് പുറത്തെന്ന് പറഞ്ഞ മെയിൻ സ്ട്രീം മീഡിയയോടാ. അവിടെ ആരും വന്നിട്ടൊന്നുമില്ല, ഓൺലൈൻകാരോടാണോ പറഞ്ഞത്?